ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വിശേഷമായി ഞാൻ വന്നിരിക്കുന്നു. ഇന്നത്തെ വിശേഷം വേറൊന്നുമില്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്, പുട്ടും കടലയും. അങ്ങനെ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ചതിന് ശേഷം കുറച്ച് കുട്ടനാടൻ വെളിച്ചെണ്ണ എടുത്ത് അതിലേക്ക് ഒഴിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി മറിച്ചതിന് ശേഷം നമുക്കതിലാവശ്യമായിട്ടുള്ള ഉപ്പിടുക. അത് കഴിഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിൽ ഒരു ടൊമാറ്റോ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇടുക, 2 ചെറുള്ളി ഇടുക, പിന്നെ കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഇടുക. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടി ഇടുമ്പം കുറച്ച് താഴെ വീണു, അതെല്ലാം തൂത്ത് മാറ്റിയിട്ട് വീണ്ടും മല്ലിപ്പൊടി ഇടുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് അതിലേക്ക് ഇടുക. പിന്നെ കുറച്ച് ഗരം മസാല അതും കൂടെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിയിലേക്ക്, അതായത് ഇളക്കി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ഈ അരപ്പിട്ട് നന്നായിട്ട് കിണ്ടി മറിക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഒരു 3-4 പച്ചമുളക് കീറിയിടുക. വേവിച്ച് വെച്ചിരിക്കുന്ന കടല അതിലേക്ക് ഒഴിക്കുക. പിന്നെ ഒരു പകുതി തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ പുട്ടിന് ആവി വന്നു, ബുഫൂന്ന് ആവി വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കടലക്കറിയൊക്കെ ഒന്ന് സെറ്റായി. അതിലേക്ക് താളിക്കാനായിട്ട് ഒരു ചെറിയ പാന് വെക്കുക. വീണ്ടും കുട്ടനാടൻ വെളിച്ചെണ്ണ കുറച്ചുകൂടെ ഒഴിക്കുക. കുറച്ച് കടുകിടുക. കടുകിട്ട് നന്നായിട്ട് പൊട്ടിക്കുക. പൊട്ടിയതിന് ശേഷം 2-3 വറ്റൽമുളക് പൊട്ടിച്ച് അതിലിടുക. പിന്നെ ഒരു 2 ചെറുള്ളി കട്ട് ചെയ്തിടുക. പിന്നെ കറിവേപ്പില ഇടുക. എന്നിട്ട് നന്നായിട്ട് താളിക്കുക. താളിച്ചതിന് ശേഷം ഈ കടലക്കറിയിലേക്ക് അങ്ങനെ ഒഴിക്കുമ്പോൾ കടലക്കറി ഏകദേശം റെഡിയായി. അപ്പോഴത്തേക്ക് പുട്ടെല്ലാം റെഡിയായി. നമ്മൾ കുറ്റിയിൽ നിന്ന് നേരെ തള്ളി പാത്രത്തേക്കിലേക്ക് ഇടുക. അതിനുശേഷം കടലക്കറി ഒന്ന് നന്നായിട്ട് ഇളക്കുമ്പോൾ അതങ്ങ് സെറ്റായി. എന്നിട്ട് പുട്ട് പൊടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ കടലക്കറി പുട്ടിൻ്റെ മീതെ ഇങ്ങനെ ഒഴിക്കുക. അപ്പോൾ രാജേഷിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി വിത്ത് കട്ടൻ ചായ. പിന്നെ കുറച്ച് അച്ചാർ, മാങ്ങ അച്ചാർ. പിന്നെ ആൾ ഭയങ്കര പ്രോട്ടീൻ ഫുഡേ കഴിക്കത്തുള്ളൂ, അതുകൊണ്ട് കുറച്ച് പയർ മുളപ്പിച്ചതും കൂടെ അതിലേക്ക് കുറച്ചിട്ട് നന്നായിട്ട് കുഴച്ച് അടിക്കുക. സൂപ്പറാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പുറത്തെ ചേച്ചിയുടെ കോൾ വന്നു. ചേച്ചിയുടെ വീട്ടിലെ പഴം, അതും പടത്തിപ്പഴം. അപ്പോൾ അതും കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഞാൻ വേഗം ഓടിപ്പോയി പുട്ടിനോട് കൊടുക്കാൻ വേണ്ടി പഴവും കൂടെ എടുത്തു വെച്ചു. അതിനുശേഷം ഒരാളുടെ കോൾ വന്നു, ഗിൽട്ടൺ, ദുബായിൽ നിന്ന്. എന്താ ബ്രേക്ക്ഫാസ്റ്റ്? അപ്പം ഞങ്ങൾ പറഞ്ഞു പുട്ടും കടലയും. അങ്ങനെ രാജേഷ് അതിൽ നിന്ന് ഒരു പഴമൊക്കെ എടുത്ത് അതും കഴിച്ച്. നല്ല മധുരം ഉണ്ടെന്നാണ് ആൾ പറയുന്നത്. അടിപൊളി പഴമായിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം കുറേ ഉമ്മയൊക്കെ തന്നതിന് ശേഷം ആൾ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി. അപ്പോൾ ടാറ്റാ ബൈയൊക്കെ പറഞ്ഞു. ഞാൻ ഗേറ്റ് അടച്ചതിന് ശേഷം വീട്ടിലേക്ക് കയറി ഡോറൊക്കെ അടച്ചു. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ ഗായ്സ്.